ഇപ്പം ഇന്നത്തെ പരിപാടി ഞങ്ങളങ്ങനെ പമ്പിലോട്ട് തിരിക്കുകയാണ്. ഇനി പമ്പയിൽ നിന്ന് കുളിച്ചിട്ട് വേണം മല കയറാനായിട്ട്. വന്നവർ കുറച്ച് ടീമെല്ലാം കുളിച്ചു, ഇനി ഞങ്ങൾക്കും പോയി കുളിക്കണം. പഴയ പോലെയല്ല, പമ്പയും പരിസരവും വളരെ മലിനമായിട്ട് കിടക്കുന്നുണ്ടായി. കുളി കഴിഞ്ഞതും വിശക്കാൻ തുടങ്ങി. അപ്പോൾ ഒരു കഞ്ഞി അങ്ങോട്ട് പോയി കുടിച്ചു. എത്രയും പെട്ടെന്ന് തന്നെ മല കയറണം. പമ്പിലോട്ട് തിരക്കുക കൂടിക്കൂടി വന്നുകൊണ്ടിരിക്കുകയാണ്. പമ്പാ ഗണപതിക്ക് ഒരു തേങ്ങ ഉടച്ച് ഞങ്ങളങ്ങോട്ട് മല കയറാൻ തുടങ്ങി. ഗണപതി ക്ഷേത്രത്തിനടുത്ത് തന്നെയായിട്ട് പന്തള രാജാവിന് അയ്യപ്പനെ കിട്ടിയ പ്രതീകമായിട്ട് കുറച്ച് ശില്പമെല്ലാം കാണാൻ പറ്റും. ഇതാണ് ശബരിമലയ്ക്കുള്ള ആദ്യത്തെ എൻട്രി. പോലീസിൻ്റെ എൻട്രിയാണ്. ഇത് കയറുന്നതോടെ നമ്മൾ മല കയറാൻ തുടങ്ങും. ശബരിമലയിൽ എത്താൻ ഏകദേശം 3.5 കിലോമീറ്റർ. 3.5 കിലോമീറ്റർ എന്ന് വെച്ചാൽ വളരെ ഈസിയാണെന്ന് വിചാരിക്കണ്ട. ചെങ്കൂത്തായ കയറ്റവും ഇറക്കവുമാണ് നീലിമല. അങ്ങോട്ട് നടന്നു കയറാൻ ബുദ്ധിമുട്ടുള്ളവരിനെ ഇതുപോലെ ഡോളിയിലും കൊണ്ടുപോകും. 4500 മറ്റാണ് അതിനായി ചാർജ് ആക്കുക. ഞാൻ പറഞ്ഞില്ലേ കുത്തനുള്ള കയറ്റമാണെന്ന്. പക്ഷേ ഇപ്പോൾ കുറച്ചുകൂടി ഈസി ആയിട്ടുണ്ട്. മുന്നേ വരുന്ന സമയത്തെല്ലാം ഇത് കാനന പാതയായിരുന്നു. ഇപ്പോൾ ഇവിടെ കല്ലെല്ലാം പതിച്ചിരിക്കുന്നു. ഞങ്ങൾ മലയ്ക്ക് പോയത് ധനുപ്പത്തിനായതുകൊണ്ട് തന്നെ നല്ല രീതിക്ക് തിരക്ക് അനുഭവപ്പെടുന്നുണ്ടായിരുന്നു. ഞങ്ങളുടെ കൂടെ വന്ന മണിക്കുട്ടിക്ക് ഒരു ക്ഷീണം ഉണ്ടായിരുന്നില്ല. ഇവള് അച്ഛൻ്റെ കൈയും പിടിച്ച് നടക്കുന്നുണ്ടായിരുന്നു. ഈ കാണുന്നതാണ് അപ്പാച്ചി മേട്. ഇവിടെ നിന്ന് നമുക്ക് ഉണ്ട വഴിപാടായിട്ട് വാങ്ങാനായിട്ട് പറ്റും. ഈ ഉണ്ട നമ്മൾ മലയ്ക്ക് താഴേക്ക് എറിയുന്നു. ഭൂതഗണങ്ങളെ പ്രീതിപ്പെടുത്താൻ പാപങ്ങൾ ഉപേക്ഷിക്കലുമാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നടന്ന് ശബരിപീഠമെത്തി. പക്ഷെ എല്ലാവരും ഈ ശരം കുത്തേണ്ട ശബരിപീഠത്തിൽ തന്നെ കുത്തുണ്ടായിരുന്നു. മരക്കൂട്ടം തൊട്ട് തന്നെ ഞങ്ങളുടെ ക്യൂ തുടങ്ങി. 6 മണിക്കൂറിലേറെ ഞങ്ങൾക്ക് ഈ ക്യൂ ഇവിടെ അനുഭവപ്പെടുന്നുണ്ടായിരുന്നു. വന്നവരെല്ലാവരും കൂട്ടത്തന്നെ ഉണ്ടോയെന്ന് വെച്ച് ഞാൻ ഇടയ്ക്കിടയ്ക്ക് തിരിഞ്ഞ് നോക്കുന്നുണ്ടായിരുന്നു. വരി പതിയെ നീങ്ങാൻ തുടങ്ങിയപ്പോൾ ഇതായിരുന്നു അവസ്ഥ. ഈ ടൈമിലെല്ലാം വന്നവരെല്ലാം പല വഴിക്കായിട്ട് മാറിയിരുന്നു. ഇതാണ് ശരം കുത്തി. കന്യാസ്വാമിമാർ ശരം ഇവിടെ കുത്തിയിട്ട് വേണം മല കയറാൻ. അങ്ങനെ ഞങ്ങൾ സന്നിധാനത്ത് നടപ്പന്തലിലെത്തി. പെട്ടെന്നെത്തിയത് ഞങ്ങളുടെ കൂടെ വന്ന സ്വരൂപേട്ടൻ്റെ ഒരു ഫ്രണ്ട് ഇവിടെ പോലീസിലുണ്ടായിരുന്നു. അപ്പോൾ ആൾ മുഖേന നേരെ 18-ാം പടിക്ക് താഴേക്ക് 18-ാം പടിയിൽ തേങ്ങ ഒടിച്ച് നേരെ 18-ാം പടി ചവിട്ടാനായി. ദർശനം നല്ലപോലെ കണ്ടിറങ്ങി ഞങ്ങളുടെ അടുത്തത് വിരിവയ്ക്കാനുള്ള പരിപാടി നോക്കി. പണ്ട് നാട്ടിൽ നിന്ന് ചേട്ടന്മാരെല്ലാം മലയ്ക്ക് പോയിട്ട് തിരിച്ചു വരുമ്പോൾ ഇതേപോലുള്ള സാധനങ്ങൾ വാങ്ങിക്കൊണ്ട് വരുമ്പോൾ കാത്തിരിക്കുന്ന ഒരു സമയം ഉണ്ടായിരുന്നു ഞങ്ങൾക്കെല്ലാം. കുറച്ചു നേരം റെസ്റ്റ് എടുത്ത് നേരെ കുളിക്കാനായി ഉരക്കുഴി തീർത്ഥത്തിലേക്ക്. ഉരക്കുഴി തീർത്ഥം എന്താണെന്ന് ഇപ്പോൾ ആൾ പറഞ്ഞു തരും. അത് ഞാൻ കേട്ടിട്ടുണ്ടായി. ഒരാളുടെ ആഴം ഉണ്ടാവുള്ളൂ, ആര് മുങ്ങിയാലും ഒരാളുണ്ടാകും. ഈ പരമ്പരാഗത കാട്ടുവഴി കൂടെ തന്നെയാണ് നമ്മൾ ഈ ഉരക്കുഴി തീർത്ഥത്തിലേക്കും പോവുക. ഞങ്ങൾ പോണ സമയത്തെല്ലാം അവിടെ കുറച്ച് ആൾക്കാരുണ്ടായിരുന്നുള്ളൂ. ഇതാണ് ആ ഉരക്കുഴി തീർത്ഥം. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലാകും. പ്രമോദോട്ടം മുങ്ങിയപ്പോൾ ആളുടെ ആഴവും ഇത് അമ്പാടി മുങ്ങാനായിട്ട് പോകുന്നുണ്ട്. അവൻ മുങ്ങുമ്പോൾ അവൻ്റെ ആഴമായിരിക്കും ആ കുഴിക്കുണ്ടാവുക. കണ്ട ആകാംക്ഷയിൽ ഞാനും മുങ്ങാനായിട്ട് പോയി. ഈ അടുത്ത പരിപാടി ഇരുമുടി തുറക്കലായിരുന്നു. നാട്ടിൽ നിന്ന് നിറച്ചു കൊണ്ടുവന്ന നെയ്ത്തെങ്ങിൽ നിന്ന് നെയ്യ് വേർതിരിച്ച് അത് അയ്യപ്പന് അഭിഷേകമായി നൽകി. ആ നെയ്യാണ് നമ്മൾ നാട്ടിലേക്ക് കൊണ്ടുവരുന്നത്. ഞങ്ങൾ ഇരിക്കുന്നവിടെ എല്ലാം ഇതുപോലെ കച്ചവടക്കാരന് നല്ല തിരക്കായിരുന്നു. ഈ പൊട്ടിച്ച നെയ്ത്തേങ്ങയെല്ലാം ഇനി അടുത്തത് ആഴിയിലോട്ട് വേണം. അതിനായിട്ട് ഞങ്ങൾ ആഴിയുടെ അടുത്തോട്ട് വന്ന് ഈ നെയ്ത്തേങ്ങിൽ നെയ്യ് നിറയ്ക്കുന്നതോടെ ആ നെയ്യ് നമ്മുടെ ആത്മാവായിട്ടും ഈ തേങ്ങ നമ്മുടെ ജഡമായിട്ടും കണക്കാക്കപ്പെടുന്നു. ഈ ജഡമാണ് നമ്മൾ ഈ ആഴിയിൽ ഉപേക്ഷിച്ചിട്ട് ഇവിടുന്ന് പോകുന്നത്. ഇതാണ് അയ്യപ്പൻ പാപമോചനം കൊടുത്തിരുത്തിയ മാളികപ്പുറത്ത്. മണിക്കൂട്ടിയുടെ ഏറ്റവും വലിയൊരാഗ്രഹമായിരുന്നു ഇവിടെ വന്നിട്ടൊന്ന് ചുവട് വയ്ക്കണമെന്ന്. ഈ യാത്ര കൊണ്ട് നമുക്ക് അതും സാധിച്ചെടുക്കാനായിട്ട് പറ്റും. ഹരിവരാസനവും കേട്ട് അയ്യപ്പനെ ഉറക്കിയതോടെ ഞങ്ങളും മലയിറങ്ങി. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും സബ്സ്ക്രൈബ് ആൻഡ് ലൈക്ക് ചെയ്യുക.